കല്യാണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച് പ്രേമിച്ച് ഒരുത്തനെ കല്യാണം കഴിച്ചു. വീട്ടുകാർ തുടക്കം മുതലേ പറഞ്ഞു നടത്തി തരൂല. പക്ഷേ ഈ പ്രണയത്തിന് കണ്ണില്ല മുക്കില്ല എന്ന് പറയണല്ലേ. എനിക്ക് അവനല്ലാതെ ആരും കണ്ണിനെ പിടിച്ചുവിടാനായി. അങ്ങനെ അവസാനം വീട്ടുകാർ കല്യാണം നടത്തി തന്നു. ശേഷമാണ് ആ ട്രാപ്പ് എനിക്ക് മനസ്സിലായത്. പടച്ചോനെ പെട്ടുപോയല്ലോ എന്ന്. ഇഷ്ടമുള്ളൊരു ഡ്രസ് ഇടാനോ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനോ ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത പേരാ. വെള്ളവും വായും ജന്മനാ കിട്ടുന്നത് കൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ അതങ്ങ് പോയി കിട്ടി. ചിലപ്പോ ആ വായുവൊക്കെ മനുഷ്യന്മാര് തരുന്നതാണെങ്കിൽ ഇന്നെ കെട്ടിച്ചോടുന്ന ചോദിക്കും, എന്തിനാ അത്രയൊക്കെ വലിച്ചേറ്റുന്നത്, കുറച്ച് വലിച്ചേറ്റിയ പോരെയോ. അങ്ങനത്തെ ഒരു പേരേക്കാണ് ഞാൻ പോയത്. കല്യാണം എന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നം ഉണ്ടായിരുന്നു. ഞാനാ ടൂറ് പോകണം, ഡ്രസ്സ് വാങ്ങണം. എന്നാ എനിക്ക് കിട്ടിയ നേരെ തിരിച്ചാ. പെണ്ണുങ്ങളെ വീടിന് പുറത്തിറങ്ങാൻ പാടൂല എന്ന് പറയുന്ന ഒരു വീട്ടില്. ഇന്നപ്പം നിങ്ങൾ വിചാരിക്കും കുറേ കാലം മുന്നേ വേണം. കുറേ കാലം മുന്നേ അല്ല, ഈ 2023 എൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ മാപ്പിള 2 മാസമായിട്ടും എങ്ങോട്ടും കൊണ്ടുപോകുന്നത് കാണാനില്ല. അപ്പം എനിക്ക് മനസ്സിലായി ബന്ധപ്പെട്ടതൊരു ട്രാപ്പിലാണെന്നുള്ളത്. വീട് അടുക്കള റൂം. എന്താ സുഖം. പിന്നെ എന്നോട് പറഞ്ഞു നമുക്ക് പെരുന്നാക്ക് ടൂറ് പോവാൻ. അപ്പം തന്നെ കെട്ടിയോൻ്റെ ഉമ്മ പറഞ്ഞു അങ്ങനൊന്നും പോവാൻ പറ്റില്ല. എനിക്ക് ദേഷ്യം വന്നു, വിഷമം വന്നു. അവരെതിർക്കാൻ അന്നിട്ട് ധൈര്യമില്ല. ഉണ്ടാതൊരു ഭാഗത്തിരുന്നു. ആ മാസം തന്നെ എനിക്ക് മോളെ വിശേഷമാവുകയും ചെയ്തു. പിന്നെ ഒന്നും പറയാനില്ല. രാത്രി പുറത്തിറങ്ങാൻ പാടില്ല, പകല് പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ. അങ്ങനെ എൻ്റെ പ്രസവം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്നും ശരിയായില്ലേ, ഇനി പുറത്തൊക്കെ പോവാൻ. അപ്പം ദാണ്ട കിടക്കുന്ന രാത്രി പുറത്തിറങ്ങിയ കുച്ചിനെ വയ്യാതാവും, പുറത്തിറങ്ങിയ കുച്ചിനെ കാറ്റടിച്ച ജലദോഷവും. എങ്ങനെയെങ്കിലും എന്തെങ്കിലും പുറത്തിറങ്ങിയ കുത്തിക്ക് പിറ്റേ ദിവസം വല്ല ജലദോഷമോ ഒരു വളി പോയാൽ പോലും പറയും അത് പുറത്തിറങ്ങിയിട്ടാണ്. ഡാർക്ക്. അങ്ങനെ അവസാനം എൻ്റെ ക്ഷമയെല്ലാം കെട്ടു തുടങ്ങി. ഞാൻ നല്ല വർത്താനം പറഞ്ഞു തുടങ്ങി. സ്ത്രീകൾക്ക് ആവശ്യമുള്ള ബ്രേ പോലും വാങ്ങണമെങ്കിൽ അമ്മായിയമ്മയുടെ സമ്മതം വേണം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഞാൻ അവർ ചെയ്തതൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ കുറ്റക്കാരി ഞാനായി. എന്ത് ചെയ്യാൻ, ഞാനായിട്ട് തിരഞ്ഞെടുത്ത ബന്ധുവല്ലേ. കുട്ടിനെ ആലോചിച്ച് മരിക്കാനും വയ്യ, ബാക്കിയുള്ളവരാലോചിച്ച് ജീവിക്കാനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അടുത്തതിൽ നമുക്ക് അടുത്ത പാട്ടിൽ പറയാം.